ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. എൻ്റെ പേര് അൻവർ സൈഫുദ്ദീൻ ഫൈസൽ. കൽപ്പേനി ദ്വീപിലെ ഡോക്ടർ കെ മുഹമ്മദ് കോയ ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപകനാണ്. നാം ഇന്ന് പരിചയപ്പെടുന്ന പാഠഭാഗം 10ാം തരത്തിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റ് ജീവിതം പടർത്തുന്ന വേരുകൾ. ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന ഈ യൂണിറ്റിലെ പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗം കൂട്ടുകാർ ഇതിനകം വായിച്ചിട്ടുണ്ടാകുമല്ലോ. ഇല്ലെങ്കിൽ 2-3 ആവർത്തി ഈ പാഠഭാഗം വായിക്കണം. പാഠഭാഗത്തെ സംഭാഷണ ഭാഗങ്ങൾ തികച്ചും വ്യത്യസ്തതയുള്ളതായി അനുഭവപ്പെടാം. എന്തുകൊണ്ടാണ് പാഠഭാഗത്തെ ഈ സംഭാഷണ ഭാഗങ്ങൾ ഇത്ര അപരിചിത്വം തോന്നുന്നത്? അത് നമുക്ക് പരിചയമുള്ളതല്ല. ആ വാമൊഴി നമുക്ക് തികച്ചും അന്യമാണ്. അതെ, കാർഷിക സംസ്കാരത്തിൻ്റെ കേരളത്തിലെ കാർഷിക വിളഭൂമിയായ കുട്ടനാട്ടിലെ കർഷകരുടെ സംഭാഷണമാണ് പാഠഭാഗത്തുള്ളത്. 6 മലയാളിക്ക് 100 മലയാളം എന്നാണ് ചൊല്ല്. അതുപോലെയാണ് നമ്മുടെ പാഠഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിൽ കാണുന്ന മലയാളം. നമുക്കതത്ര പരിചയം ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ കുട്ടനാട്ടിൻ്റെ മലയാളമാണ്, അല്ലെങ്കിൽ കുട്ടനാട്ടിലെ കർഷകരുടെ മലയാളമാണ് നാം പാഠഭാഗത്ത് കണ്ടത്. അവരുടെ സംഭാഷണ ഭാഗങ്ങളാണ് പാഠഭാഗത്തുള്ളത്. കുട്ടനാടിൻ്റെ കഥ പറഞ്ഞ കഥാകാരനാണ് തകഴി ശിവശങ്കരപ്പിള്ള. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല നോവലുകളിലൊന്നാണ് രണ്ടിടങ്ങഴി. ആ നോവലിലെ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ പാഠഭാഗം പ്ലാവിലക്കഞ്ഞി. ജ്ഞാനപീഠ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ച എഴുത്തുകാരനാണ് മലയാളത്തിൻ്റെ തകഴി. രണ്ടിടങ്ങഴി എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും. ഇവരുടെ സംഭാഷണ ഭാഗങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ചാണ് നാം പറഞ്ഞു വെച്ചത്. വാമൊഴിയിൽ വരുന്ന ഇത്തരം വ്യത്യാസങ്ങൾ ഭാഷാഭേദങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാഷാഭേദങ്ങളുടെ പ്രത്യേകതയാണ് നാം ഈ യൂണിറ്റിൽ ഈ പാഠഭാഗത്ത് വളരെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. വാമൊഴി വ്യത്യാസങ്ങളാണ് ഭാഷാഭേദം എന്ന് പറഞ്ഞു. എങ്കിൽ ഭാഷാഭേദം നമുക്ക് കുറച്ച് കൂടുതൽ അനുഭവപ്പെടുന്നത് നമ്മുടെ ദ്വീപ് ഭാഷകൾ തമ്മിലുള്ള ഭേദം മനസ്സിലാക്കുമ്പോഴാണ്. കൽപ്പേനി, കടുമത്ത്, അഗത്തി, ചെത്തലാത്ത്, കവരത്തി എല്ലാ ദ്വീപുകൾ തമ്മിലും ഈ ഭാഷാഭേദം പ്രകടമാണ്. വിവിധ ദ്വീപുകളിലെ കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും അവരെ സ്വയം പരിചയപ്പെടുത്തുന്ന ഈ ദൃശ്യാവിഷ്കാരം ഒന്ന് കണ്ടു നോക്കാം. ನನ್ನ പേര് ഫാത്തിമ ഹഫ്സ. നാ കൽപ്പേനിയുള്ളത് SB സ്കൂളിലാണ് നാ പഠിക്കേണ്ടത്. നാക്ക് ഏറ്റവും നേരം ഫോട്ടം വരപ്പാനും വെറുതെ വിളിയാടാൻ. ನನ್ನ പേര് അഫീഫ. ನನ್ನ നാട് ക്ഷേത്രം. ഞാൻ SB സ്കൂളാണ് പഠിക്കുന്നത്. നാക്ക് ഇഷ്ടം വിളിയാടാൻ, ക്ഷേത്രം വരപ്പാനും കളിപ്പാനും എല്ലാം ഉണ്ട്. നാക്ക് ഇഷ്ടം. എൻ്റെ പേര് മുഹമ്മദ് നിഹാലിൻ്റെ. ഞാൻ ലക്ഷദ്വീപ് ആന്ധ്രോത്തുള്ളതിൻ്റെ. ഫുട്ബോൾ കളിപ്പാനും വീഡിയോ ഗെയിംസ് കളിപ്പാനാണ് నాకు చాలా പരിചയം. അന്ന പേര് ബിയ സുൽത്താന. నాకు ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നാട് എൻ്റെ സ്വന്തം നാട് ആക്കത്ത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ నాకు ഇഷ്ടമുള്ള ഭക്ഷണം നാടൻ ഭക്ഷണം. నాకు ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം പാട്ട് പാടുന്നത് തന്നെയാണ്. നാടൻ പാട്ട് കേട്ടാലോ? ആര് ബലിക്കണ്ട ഓടങ്ങിലിക്കോണ്ടും തന്നിക്കും മുന്നേ പുറങ്കടൽ പോണ്ടും. നാം കണ്ട ദൃശ്യാവിഷ്കാരത്തിൽ വിവിധ ദ്വീപിലെ കുട്ടികൾ അവരെ സ്വയം പരിചയപ്പെടുത്തിയ ഭാഗം ശ്രദ്ധിച്ചില്ലേ? കൽപ്പേനി ദ്വീപിലെ കുട്ടി എൻ്റെ എന്ന പദത്തിന് പകരം നന്ന എന്നുപയോഗിച്ചപ്പോൾ ആന്ധ്രോദ്വീപിലെ കുട്ടി എന്ന എന്നാണ് ഉപയോഗിച്ചത്. അഗത്തി ദ്വീപിലെ കുട്ടിയാവട്ടെ അന്ന എന്നും. ഇത് തികച്ചും വ്യത്യസ്തമല്ലേ? നന്ന, എന്ന, അന്ന. എൻ്റെ എന്ന ഒരൊറ്റ പദത്തിന് പകരമാണ് ഈ 3 വാമൊഴി രീതി. ഇതാണ് ഭാഷാഭേദം. വീണ്ടും പാഠഭാഗത്തേക്ക് വരാം. പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തെ സംഭാഷണ ഭാഗങ്ങൾ ശ്രദ്ധിക്കൂ. തമ്പ്ര, ഏന് നെല്ല് കൂലി മതി, ചക്രം വേണ്ട. തമ്പ്ര, അത്താഴക്കരിക്ക് ആടിക്കാ. ഏന് മയറ്റിലൊരു കമ്പിതമടി. ഈ സംഭാഷണ ഭാഗങ്ങൾ തികച്ചും വ്യത്യസ്തമല്ലേ? ഇത് നാം നേരത്തെ പറഞ്ഞ പോലെ കുട്ടനാടിലെ കാർഷിക സംസ്കാരം ഉള്ള ഒരു ജനതയുടെ ഭാഷയാണ്. അവർ ഞാൻ എന്ന് പറയുന്നതിന് പകരം, ഒരുപക്ഷെ ഞാൻ എന്ന് പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലത്ത് ജീവിച്ചവരാണവർ. ഞാൻ എന്നതിന് പകരം ഏന് എന്ന് പറയുന്നത് കേൾക്കാം. നാം ഇപ്പോൾ പരിചയപ്പെട്ട ഭാഷാഭേദങ്ങൾ നമ്മുടെ ഭാഷയ്ക്ക് നൽകുന്ന സൗന്ദര്യവും താളാത്മകതയും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഏത് കഥ വായിക്കുമ്പോഴും നോവൽ വായിക്കുമ്പോഴും അവരുടെ ജീവിത ചുറ്റുപാട്, ആ കഥയിലെ കഥാപാത്രങ്ങളുടെ ജീവിത സാഹചര്യം, അവരുടെ ജീവിത ചുറ്റുപാട് ഇവ മനസ്സിലാക്കി വായിക്കുമ്പോൾ കുറച്ചുകൂടി ആസ്വാദ്യകരമായി തീരും. ഭാഷാഭേദങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ സിനിമകളിൽ നിന്നും കണ്ടെത്താൻ കഴിയും. വിവിധ സിനിമകളിൽ നിന്ന് നമുക്ക് ഇത്തരം ഭാഷാഭേദങ്ങൾ പ്രകടമായി കാണാം. നിങ്ങൾ കണ്ടിട്ടുള്ള രാജമാണിക്യം, പ്രാഞ്ചിയേട്ടൻ തുടങ്ങിയ സിനിമകളിലെ ഭാഷ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി സിനിമ കാണുമ്പോൾ ഇത്തരം ഭാഷാഭേദങ്ങൾ ശ്രദ്ധിക്കണം. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഭാഷയിൽ വരുന്ന വാമൊഴി വ്യത്യാസങ്ങളാണിവ.
6 മലയാളിക്ക് 100 മലയാളം എന്ന ചൊല്ല് എത്ര യാഥാർത്ഥ്യമാണല്ലേ. ഭാഷാഭേദങ്ങൾക്ക് നിരവധി ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. രണ്ടിടങ്ങഴി എന്ന നോവൽ ഭാഗങ്ങളിൽ, വേണമെങ്കിൽ ചെമ്മീൻ എന്ന തകഴി ശിവശങ്കരപ്പിള്ളയുടെ മറ്റൊരു നോവലിൽ, ഇവിടെയൊക്കെ ഈ ഭാഷാഭേദം കാണാം. ഒന്ന് കാർഷിക സംസ്കാരത്തിൻ്റെതാണെങ്കിൽ മറ്റത് കടലിൻ്റെ മക്കളുടെ ഭാഷയാണ്. തികച്ചും വ്യത്യസ്തമായ ഭാഷാഭേദം നമുക്ക് പ്രകടമായി ഈ നോവലുകളിൽ കാണാം. ഭാഷാഭേദത്തിൻ്റെ പഠനം ഇവിടെ അവസാനിക്കുന്നില്ല, ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ ദ്വീപുകൾ തമ്മിൽ ഇത്രമാത്രം ഭാഷാഭേദമുണ്ട്. ഇത് പഠിക്കേണ്ടതില്ലേ? ഗവേഷണത്തിന് വരെ വിഷയമാകേണ്ടതാണ് നമ്മുടെ ഭാഷാഭേദം. നാം നേരത്തെ പറഞ്ഞു, ഭാഷാഭേദങ്ങൾക്ക് കാരണം പറഞ്ഞത് ഭൂമിശാസ്ത്രപരവും സാംസ്കാരികപരവും തൊഴിൽപരവും മതപരവുമായ വ്യത്യാസങ്ങളാണ്. ഈ വ്യത്യാസങ്ങൾ നമുക്കിടയിൽ ഇല്ല, എന്നിട്ട് കൂടി ഭാഷാഭേദം നിലനിൽക്കുന്നു. ഇത് പഠനവിധേയമാക്കേണ്ടതുണ്ട്. പാഠഭാഗത്തെ ഭാഷാഭേദങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് അത്തരം കഥാസന്ദർഭങ്ങളിലെ സംഭാഷണ ഭാഗങ്ങൾ നിങ്ങളുടേതായ ഭാഷയിലേക്ക് മാറ്റി എഴുതൂ. തുടർന്ന് ഭാഷാഭേദം എന്നതിനെക്കുറിച്ച് ഒരു ലഘുകുറിപ്പ് കൂടി തയ്യാറാക്കണം. ഒന്നുകൂടി പറയാം, എന്താണ് ഭാഷാഭേദം? ഭാഷയിലെ വാമൊഴി വ്യത്യാസങ്ങളാണ് ഭാഷാഭേദം. ഭാഷാഭേദം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തൊഴിൽപരമായ, സാംസ്കാരികപരമായ, മതപരമായ, ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഭാഷാഭേദങ്ങൾ ഉണ്ടാകുന്നത്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകിയ ചോദ്യം കൂടി ശ്രദ്ധിക്കൂ. ഭാഷാഭേദങ്ങൾ സാഹിത്യ രചനകളെ സൗന്ദര്യമുള്ളതാക്കുന്നു. ചെമ്മീൻ, രണ്ടിടങ്ങഴി എന്നീ നോവലുകളിലെ ഭാഗങ്ങൾ പരിശോധിച്ച് ഈ പ്രസ്താവനയെ സാധൂകരിക്കുക എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കൂടി ശ്രമിക്കണം. പാഠഭാഗം ഒരാവർത്തി കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്ത് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുകൂടി നോക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.